മധുരമുള്ള പഴം കാണുമ്പോൾ എടുക്കൂലേ? വന്നിട്ടൊരു കാരക്ക എടുത്ത് തൊള്ളയിലിട്ട് നബി അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോ ഇവന്റെ തൊള്ളയിലൊരു കാരക്ക കടന്നുകൂടിയത് നബി കണ്ടു. ഉടനെ ചെന്നു, ഓടിച്ചെന്നു. എന്താണ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ കാരക്കണ വായിൽ വിരലിട്ടിട്ട് കാരക്കട കുരു ആ ചുള തെറിപ്പിച്ച് പുറത്ത് കഴിച്ചിട്ട് ഒരൊറ്റ അടി കൊള്ളി. ഓ എടാ, നമ്മൾക്ക് ഈ ആരാന്റെ ചേറ്, ഈ മനുഷ്യന്മാരുടെ ചേറൊന്നും ഉണ്ടെങ്കിൽ തിന്നാൻ പറ്റൂല എന്ന് നിനക്ക് അറിയില്ലടാ. അതിനറിയോ? അവൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാ അടിച്ചെന്നാ പറഞ്ഞത്. ആര്? അബൂ ഹുറൈറ. എവിടെ? മുസ്ലിമില്ലാതാ. മുസ്ലിമില്ലാതാ. എല്ലാവർക്കും ബോധ്യായി. ഓ, അപ്പൊ സക്കാത്തിന്റെ മുതല് അവർക്ക് തിന്നാൻ പാടില്ല എന്ന് നബി പറഞ്ഞിക്കണില്ലേ? ശരി, അപ്പോ ഇനി നാളെ മുതൽക്ക് ആരും വാങ്ങാൻ വരണ്ട. നാളെ മുതൽക്ക് ഒരൊറ്റ അഹ്ലു ബൈത്തിനും കൊടുക്കും വേണ്ട കേട്ടോ. പാസ്സായി. അങ്ങനെ 10 കൊല്ലം പഠിച്ചിട്ട് പിന്നെ 10 കൊല്ലം 90 കൊല്ലം ഭരിച്ചില്ലേ മുഹമ്മദിയാക്കള്? നബിന്റെ കുടുംബത്തിന് ഒരൊറ്റ പൈസ കൊടുക്കാതെ 95 കൊല്ലം നബി കുടുംബത്തെ പട്ടിണി കിട്ട വർഗത്തിന്റെ തലവനാണ് മുആവിയ. അവൻ വലിയുവാഹിയ. ഷിയാക്കൾക്ക് കൂറുപാടില്ല. സത്യം പറയാം, ഷിയാക്കൾക്ക് കൂറുപാടുന്ന പണിയില്ല. അവിടെ ഇയാൾ ചെയ്ത ദുഷ്ടത്തരം അത് നമ്മൾ അറിയണം. അലീനെ കൊന്നു. അലീന്റെ മകനെ, ഒന്നാമത്തെ നബിന്റെ പേരക്കുട്ടിനെ വിഷം കൊടുത്തു കൊന്നു. രണ്ടാമത്തെ മകനെ അയാളെ കള്ളുടിനെ രാജാവാക്കിയിട്ട് മത്തി നുറുക്കും വരെ നുറുക്കിക്കൊന്നു കർബലായിൽ വെച്ച്. ഇതൊക്കെ മുആവിയന്റെ ക്രൂരത കൊണ്ട്, അയാളെ ഏകാധിപത്യം കൊണ്ട് സംഭവിച്ചതല്ലേ? അങ്ങനത്തെ മുആവിയ വലിയുല്ലാഹിയ. അതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഷിയാക്കള് അലി വലിയുല്ലാഹി എന്ന് പറയാൻ കാരണം. അലി ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിച്ച ആളാണ്. മുആവിയന്റെ വെട്ടുകൊണ്ട് മരിച്ച ആളാണ്. മുആവിയന്റെ ആൾക്കാരുടെ അങ്ങനത്തെ അലി ഞങ്ങളെ പഠിപ്പിച്ച് ഇസ്ലാം മതം തകരാറാക്കിയവനാണ് മുആവിയ. അവനവിടെ മക്കത്തും മദീനത്തും സകലം അട്ടിമറിച്ചു. നിസ്കാരം അട്ടിമറിച്ചു, തറാവീഹ് അട്ടിമറിച്ചു, നേരട്ടിമറിച്ചു, എണ്ണ അട്ടിമറിച്ചു. തഹിയ്യാത്തും മറ്റോ കൂടിയിട്ട് സകലം ഈ കന്തുക്കാക്കി. അതുകൊണ്ട് മുആവിയന്റെ കൂട്ടത്തിൽ ഞങ്ങളില്ല എന്ന് 10 കോടി ജനങ്ങൾ പറയുമ്പോൾ ഇവിടെ എന്താ വർത്തമാനം? ചേകനൂർ മൗലവി ഇപ്പോ നിസ്കാരം 5 ഇല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് തഹിയ്യാത്തിൽ എന്തോ കുറച്ച് പെശകുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലോകം അറിഞ്ഞിട്ടില്ല. 10 കോടി ഭൂമുഖത്ത് 90 കോടി ഉള്ളതിൽ 90 കോടി ഒഴിച്ച് 10 കോടി ജനങ്ങൾ നമ്മളീ പറയുന്ന വാദം അവിടെ വാദിക്കുന്നുണ്ട് എന്ന് ബുക്ക് പുറത്തിറക്കിയതിന്റെ ശേഷം അറിഞ്ഞതിട്ടോ. സത്യത്തിൽ ഞാനത് ആദ്യം അറിഞ്ഞിട്ടില്ല. ബുക്ക് പുറത്തിറക്കിയതിന് ശേഷം ചില ആൾക്കാരൊക്കെ വായിച്ചിട്ട് പിന്നെ അവിടെ ഇറാനിലൊക്കെ പണി എടുത്ത് വരുന്ന ആൾക്കാർ പറഞ്ഞു, അല്ല അവിടെ 3 നേരെ വാ കൊടുക്കണുള്ളൂ. അപ്പൊ ഞാൻ അതിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. കൂടുതൽ പഠിച്ചു. ഷിയാക്കളെ കാണുന്നൊക്കെ പഠിച്ചു. പോകുന്നവർ ചോദിച്ചറിയാൻ പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. 3 നേരം ഈ 2 റക്അത്ത്, 3 നേരം ബാങ്ക് ഇറാനിലൊട്ടാകെ അത് ഈ 2 റക്അത്തുള്ളൂ. ചില ആൾക്കാർ 5 നേരം ഒപ്പിക്കുന്നവരുണ്ട്. ആ മായം കൂടി നിലനിർത്തിയിട്ടുള്ള ആൾക്കാരും അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ശുദ്ധ ഷിയാക്കൾ, അലി ബിൻ അബീ താലിബിന്റെ ഒറിജിനൽ അനുയായികൾ ഈ 2 റക്അത്ത് രാവിലെ, 2 റക്അത്ത് വൈകുന്നേരം, 2 റക്അത്ത് രാത്രി. തഹജ്ജുദ് അവർക്കില്ല, തറാവീഹ് ഇല്ല. നമ്മളിവിടെ അച്ചടിച്ച് ഇറക്കിയതൊക്കെ ശരിയാണ്. അപ്പൊ ഷിയാക്കളിലുള്ള ശരിയായ പണ്ഡിതന്മാർ പറയുന്നതെന്നുള്ള വിവരം കിട്ടിക്കൊണ്ടിരിക്കുക. പത്രത്തിൽ വന്നു. 3 കൊല്ലമായി മാതൃഭൂമിയിൽ ആ റിപ്പോർട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. മാതൃഭൂമിയിലെ കുറ്റല്ല. മാതൃഭൂമിയിൽ അത് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു വിശ്വാസം വേണ്ട. റിപ്പോർട്ട് ചേർക്കുമ്പോൾ അവർക്കും ഉള്ളത് ചെറിയൊരു പിടുത്തം കിട്ടുക. ഏതാണ്ട് ശരിയായിരിക്കുന്നു. 3 കൊല്ലം വരെ അവർക്കും വിശ്വാസമില്ല, കൊടുത്തില്ല. അവസാനം ഈയിടെ തിരുവല്ലൂരിൽ വെച്ചിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ട്, അവിടുത്തെ പരിപാടിയില് റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് ഇത് പല സ്ഥലത്ത് നിന്ന് വിവാദം നടക്കുന്നത്, പിന്നെ സെമിനാർ നടക്കുന്നുണ്ട്, പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആരും എതിർക്കണില്ല. ലക്ഷം പറഞ്ഞിട്ട് ആളെ കിട്ടണില്ല എന്നുള്ള വിവരം ഓരോ മനുഷ്യന്മാർ തന്നെയാണോ, മുസ്ലിമികളും ഈ നിസ്കാരത്തെ പറ്റിയൊക്കെ പഠിച്ച ആൾക്കാർ അവിടെയുണ്ട്. അപ്പൊ അവർക്ക് ഉറപ്പായി ഇത് 5ന്റെ കാര്യം കുറച്ച് ഉടവ് തന്നെയാണ്. അതുകൊണ്ട് നടക്കട്ടെ, മാതൃഭൂമിയിൽ കൂടി വരട്ടെ. നമസ്കാരം 3 മാത്രം മൗലവി ചേകനൂർ എന്റെ ചോട്ടിൽ കൊടുത്തിട്ട് അവർ അന്തസ്സായിട്ടാണ് പരസ്യം ചെയ്തു. ഈ ലോകത്ത് ഏറ്റവും വലിയ ഷിയ രാജ്യമായ ഇറാനിൽ 3 നേരമല്ലാതെ നമസ്കാരമില്ല. ദുഹറും മഗ്രിബും ബാങ്ക് കൊടുക്കാനേ പാടില്ല ഇറാനില് എന്ന പത്രപ്രസ്താവന പുറത്തു വന്നു. അനങ്ങുന്നില്ല, ഒരാൾ അനങ്ങുന്നില്ല. അനങ്ങാത്ത് അല്ല ഇറങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റൂല. നിസ്കാരം 5 ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ പാടില്ല. 5 ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വലിയ കിതാബും ബുക്കൊക്കെ എഴുതിയാന്നല്ലാതെ ബുക്ക് പോലും പിൻവലിച്ചു. ഒരു ബുക്ക് ഇറക്കി. തർക്കടില്ല, സത്യമാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ 5 നേരം ഉണ്ടാക്കാൻ വേണ്ടി 5 നുണ, 25 നുണ, 5 ആയത്ത് കട്ടു. ഇതൊക്കെ നമ്പറിട്ട് വിരിച്ചു. സിയൻ 5 നേരം ഉണ്ടാക്കാൻ വേണ്ടി 5 ആയത്ത് കട്ടത്തിറക്കം, 25 കപടത്തരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്പറിട്ട് വിരിച്ചിട്ട് ഇപ്പൊ സിയന്റെ ബുക്ക് തന്നെ ഇല്ല. സിയനുണ്ട് വരച്ചിട്ടൊന്നുമില്ല. സിയന്റെ ബുക്കില്ല. ബുക്ക് മുങ്ങി 2 കൊല്ലായി. രണ്ടാമത് ആവർത്തിച്ചടിക്കാൻ പറഞ്ഞിട്ട് കൂട്ടാക്കണില്ല. നമ്മളുടെ ബുക്ക് 2ാം പ്രതി ഇറക്കി. പരിഷ്കരിച്ച 2ാം പതിപ്പ്. ആ പരിഷ്കരിച്ച 2ാം പതിപ്പിലുള്ള പുതിയ ഹെഡിങ്ങുകളിൽപ്പെട്ട ഒന്നാണത്. അലിയുടെ പിതാവിനെ കാഫിറും മുആവിയയുടെ പിതാവിനെ മുസ്ലിമുമാക്കിയ ലോകസുന്നികൾ അലിയുടെ 3 തെറ്റും മുആവിയയുടെ 5 ശരിയുമാക്കിയതിൽ അത്ഭുതമില്ല. മനസ്സിലായില്ലേ? അലിയുടെ പിതാവിനെ കാഫിറും
മുആവിയയുടെ പിതാവിനെ മുസ്ലിമുമാക്കിയ ലോകസുന്നികൾ അലിയുടെ 3 നമസ്കാരം തെറ്റും മുആവിയയുടെ 5 നമസ്കാരം ശരിയുമാക്കിയതിൽ അത്ഭുതമില്ല. ഇപ്പൊ മുആവിയ റളിയല്ലാഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു 5 നേരം റളിയല്ലാഹു ആയിട്ട് അടക്കാൻ പോലും അതിന് നമ്മളെ കിട്ടില്ല. നമ്മളെ കിട്ടില്ല വെച്ചാൽ എന്റെ കൂടുതലുള്ളവരും കിട്ടില്ല. നമ്മളെന്തേ പറയുള്ളൂ? അലി റളിയല്ലാഹു ശരിയാ, സമ്മതിച്ചു. എന്താ ഖുർആൻ പറഞ്ഞിട്ടുണ്ടേ, വെറുതെ പറയില്ല അലി റളിയല്ലാഹു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الله പറഞ്ഞു والسابقون الأولون من المهاجرين والأنصار. മുഹാജിറുകളിലും അൻസാറുകളിലും ആദ്യം ഇസ്ലാമിലേക്ക് ഈ വെട്ടുകെട്ടെന്ന് കണ്ടപ്പോ മുസ്ലിമായ മുആവിയും അബൂ സുഫിയാനല്ല, അതിന്റെ മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആൾക്കാർ. ഇത് മതേന് ചെന്നപ്പോ ഗത്യന്തരല്ല മുസ്ലിമായതാണ് മുആവി. അലി അങ്ങനല്ല, ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് ആകർഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന ആൾക്കാർ, മുമ്പന്മാർ. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളായ അവർ, വല്ലദീന തബഉഹും, അൻസാറുകളും വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അതേ രൂപത്തിൽ നല്ല നിലക്ക് അവരോട് പിന്തുടർന്നു പോകുന്ന ആൾക്കാർ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പരോപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, സേവനം ചെയ്യുക, എന്നിട്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുക. ഈ പറയുന്നവരുടെ പാത പിൻപറ്റിപ്പോരാ. അങ്ങനത്തെ ആൾക്കാർ റളിയല്ലാഹു അൻഹും, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു, അവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ അവർക്കും സംതൃപ്തി ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ആരെ പെടുള്ളൂ? അലിയെ പെടുള്ളൂ, മുആവിയെ പെടൂല, അബൂ ഹുറൈറയും പെടൂല. അപ്പൊ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്നവരുടെ താബീഈകളും താബീഈകളും എന്ന് പറയുന്ന ആൾക്കാരിൽ നമ്മൾ പെടുവില്ല. അപ്പൊ നോട്ടം നമ്മൾ പെടും. നമ്മളിവിടെ ഇതിലാ പെട്ടത്. മുആവിയ അബൂ ഹുറൈറ നടപ്പിലാക്കിയ മക്ക മദീനയിലെ ഇസ്ലാം അല്ലേ നമ്മളുടെ തബിയത്ത്? നമ്മൾ പിൻപറ്റി പോരുന്നത് അതിലല്ലേ? മുആവിയന്റെ അലി ഇബ്നു അബീ താലിബ് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം മതം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അവരുടെ കിതാബ് കിട്ടുന്നുണ്ടോ? അവരുടെ കിതാബ് പഠിക്കണമെന്നുണ്ടോ? ഇവിടുത്തെ ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ എഴുതി വെച്ചിരിക്കണം അലി ഇബ്നു അബീ താലിബിന്റെ ആൾക്കാർക്ക് 3 നേരം നിസ്കാരമുള്ളൂ. സുന്നിയാക്കൾ എന്ന് പറയുന്ന മുആവിയന്റെ ആൾക്കാരെന്ന് അവർ പറയില്ല. സുന്നിയാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ മുആവിയന്റെ ആൾക്കാർ, അവർക്ക് 5 നേരം നിസ്കാരം. അലിന്റെ ആൾക്കാർക്കൊക്കെ 3 നേരമുള്ളൂ എന്ന് ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ എഴുതി വെച്ചിട്ട് അതുപോലും ഇവിടുത്തെ ജഡ്ജിമാര് വരെ തല്ലി. ശരീഅത്ത് നിയമത്തിൽ അങ്ങനെ ഉണ്ട്. ഷിയാക്കൾക്ക് 3, അവരുടെ ജൂതന്മാരല്ലേ, അവർ വർത്താനപ്പോ ഇതിനാ പറയണത്. അങ്ങനെ ഒരു വ്യത്യാസം ശരീഅത്ത് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ പഠിച്ചവർക്കും കൂടി അത് ഓർമ്മയില്ല. കാരണം അത്ര വർഷയായിട്ട് തള്ളിയിരിക്കണേ, തള്ളാൻ പറ്റൂല. 3 നേരം എന്ന് പറയുന്നത് ഖുർആനിലുള്ളതാ. 5 നേരം എന്ന് പറയുന്നത് അബൂ ഹുറൈറ പഠിപ്പിച്ചതാണ്. എങ്ങനെ പഠിപ്പിച്ചു? നുണ പറഞ്ഞു പഠിപ്പിച്ചതാണ്. 5 നേരം എന്നുള്ളത് അള്ളാഹു പറഞ്ഞ നബി ചെയ്തിട്ടില്ല. ഈ അബൂ ഹുറൈറ തന്നെ ഒരിക്കൽ പറഞ്ഞു ബുഹാരിയിൽ തന്നെ എഴുതി വെച്ചതാ. എന്താ പറഞ്ഞെന്നറിയോ? 3 നേരല്ലാതെ സജ്ജദു വഖാരിബു, നിങ്ങൾ ചൊവ്വായ മാർഗത്തിൽ കൂടി ശരിക്കും സത്യത്തോട് അടുത്തു നിന്നുകൊണ്ട് പെരുമാറിക്കൊള്ളി. നിങ്ങൾ രാവിലെയും വൈകുന്നേരം രാത്രിയിലുള്ള നിസ്കാരം അല്ലാതെ അതിൽ കൂടുതൽ ചെയ്തു പോയാൽ പരാജയത്തിന് വഴിയായിത്തീരും. നമസ്കാരത്തിൽ മതപരമായ വിഷയങ്ങളിൽ കർമാനുഷ്ഠാനങ്ങളൊക്കെ ആരെങ്കിലും കാഠിന്യം കാണിച്ചാൽ പരാജയപ്പെടും. അതുകൊണ്ട് 3 നേരമല്ലാതെ നമസ്കരിക്കാൻ പോണ്ട. അതിലപ്പുറം പോയാൽ നിങ്ങൾ കഷ്ടപ്പെടും, പരാജയപ്പെടും എന്ന് നബി പറഞ്ഞിരിക്കണേന്ന് അബൂ ഹുറൈറ പറഞ്ഞത് ബുഖാരിയിലതാ. അയാൾ അതും പറഞ്ഞിട്ടാ. നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ ഇയാളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? 3 നേരമല്ലാതെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അബൂ ഹുറൈറ തന്നെ. അവിടുന്ന് 30 കൊല്ലം കഴിഞ്ഞപ്പോ പറഞ്ഞു 5 നേരം നിസ്കാരം ഫർളാക്കിക്കണം 7-ാം ആകാശത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞത് അബൂ ഹുറൈറ തന്നെ. ആദ്യം പറഞ്ഞപ്പോ 7-ാം ആകാശത്ത് വെച്ചിട്ട് 5 നേരം ഫർളാക്കി എന്ന് പറയാൻ കഴിയുമെന്ന് മൂപ്പര് വിചാരിച്ചിട്ടില്ല. പിന്നീടാണ് 7-ാം ആകാശത്ത് വെച്ചിട്ട് 5 നേരം ഉണ്ടാക്കി എന്നുള്ള ഇസ്രായേലിന്റെ കഥക്ക് ഉണ്ടാക്കാന്ന് പിന്നീടാ മൂപ്പർക്ക് മനസ്സിലായത്. അന്ന് പറഞ്ഞു 5 നേരം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു 3 നേരേ ഉള്ളൂ, 3 നേരത്തിലപ്പുറം നിസ്കരിച്ചാൽ ബുദ്ധിമുട്ടാവും, കഷ്ടപ്പാടാവും എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹദീസ് പറഞ്ഞത് ബുഖാരിയിൽ പോലും എഴുതി വെച്ചിരിക്കണം. അപ്പോ ഇയാള് നമ്മെ പഠിപ്പിച്ചത് നമസ്കാരം 3-5 എന്നുള്ള വിഷയത്തിൽ 5-ന് വേണ്ടി ഇയാൾ കെട്ടിയുണ്ടാക്കിയ എല്ലാ ഹദീസുകളും നുണകളാണ്. മിറാജിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ ശുദ്ധ നുണ, ആദ്യം മുതൽ അവസാനം വരെ നുണയാണ്. ഇവിടെ അതിൽ അബദ്ധം പറ്റി. മിറാജിന്റെ ഹദീസ് ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയും? മിഹ്റാജിന്റെ ഹദീസ് ഉണ്ടാക്കിയത് 5 നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 16 പ്രാവശ്യം നബി അങ്ങോട്ട് എന്തിന്? അല്ല, ജിബ്രീൽ